അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താണ ടൈറ്റാനിക്കിനെ പോലെ ഒരു കപ്പൽ വർക്കലയ്ക്ക് സമീപം കടൽത്തട്ടിൽ കണ്ടെത്തി. സ്കൂബ ഡൈവിംഗിൽ പുതിയ ആഴങ്ങൾ തേടിപ്പോയ സംഘമാണ് അജ്ഞാത കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കപ്പലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം എഴുതിച്ചേർക്കുവാനാണ് സാധ്യത. അഞ്ചുതെങ്ങിനും വർക്കലയ്ക്കും നെടുങ്കണ്ടയിൽ നിന്ന് പുതിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശ്രമത്തിനിടെയായിരുന്നു സ്കൂബ ടീമിന്റെ സംഘം. മേൽപ്പരപ്പിൽ നിന്നും 30 മീറ്റർ ആഴത്തിലെത്തിയപ്പോൾ തന്നെ ആ കാഴ്ച കണ്ടു. ടോർച്ച് മിന്നിച്ച് കൂടുതൽ അടുത്തെത്തി. അറബിക്കടലിന്റെ അടിത്തട്ടിൽ 45 മീറ്റർ ആഴത്തിൽ ടൈറ്റാനിക് കപ്പലിനെ ഓർമ്മിപ്പിക്കും വിധം ആ ദൃശ്യങ്ങൾ അവർ കണ്ടു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം തകർത്ത ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ ആകാമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടലാഴങ്ങളിൽ മുങ്ങിത്താഴ്ന്ന ഡച്ച് കപ്പലിന്റെ അവശിഷ്ടങ്ങളാകാം എന്നാണ് മറ്റൊരു അഭിപ്രായം. ചരിത്ര സ്മാരകമായ അഞ്ചുതെങ്ങ് കോട്ടയുടെ അടുത്താണ് ഈ സ്ഥലം. ഇനി രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കേണ്ടത് സർക്കാരാണ്. നമ്മൾ ഈ ഷിപ്രക്ക് കപ്പൽ ഛേദം കണ്ടെത്തിയത് ഫെബ്രുവരി 2 നടന്ന ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ സ്പോട്ട് എക്സ്പ്ലോറേഷനിലാണ്. സ്കൂബ ഡൈവിങ്ങിൽ പങ്കെടുത്തത് വർക്കല വാട്ടർ സ്പോർട്സിൻ്റെ സ്കൂബ ടീം ലീഡറായ മെഷ് മനോഹരനും മറ്റു 3 സ്കൂബ ഡൈവിംഗ് അംഗങ്ങളുമായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് അങ്ങോട്ടത്തേക്ക് ഈ ഡീപ്പിലേക്ക് പോയി അല്ലെങ്കിൽ ഇത്ര ദൂരത്തേക്ക് പോയി എന്ന് വെച്ചാൽ നമ്മൾ 2021 മുതൽ ഇവിടെ സ്കൂബ ഡൈവിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നോർമലി 10 മുതൽ 12 മീറ്റർ വരെയുള്ള സാധാരണ കസ്റ്റമറിന്, അതായത് ലെഷർ ഡൈവിനുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ കൂടുതൽ സർട്ടിഫൈഡ് ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി, അതായത് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പുതിയൊരു കുറച്ചുകൂടെ ആഴത്തിൽ ഒരു 30 മീറ്റർ ആഴത്തിലുള്ള ഒരു ഡൈവ് സൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ഇത് 45 മീറ്ററിലാണ്, അതായത് 33 മീറ്റർ മുതൽ ഇത് വിസിബിൾ ആയിരുന്നു. ഇത് ഈ ഷിപ്പിന് ഒരു 12 മീറ്റർ പൊക്കം ഉള്ളതുകൊണ്ട് 33 മീറ്ററിൽ ഇത് വിസിബിൾ ആയിരുന്നു. നമ്മുടെ കൂടെ പങ്കെടുത്ത 4 പേരിൽ ഒന്ന് മെഷായിരുന്നു, രണ്ടാമത് ഉള്ളത് ഹാമിൽ, മുഹമ്മദ് ആഷിഖ്, പ്രതീഷ്, ഇത്രയും പേരാണ് ഇത് കണ്ടെത്തിയത്. ഈ കപ്പലിന് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീം ലീഡറുടെ അസംഷൻ അനുസരിച്ച് അതിൻ്റെ ഒരു പഴക്കം 80 മുതൽ 90 വർഷമായിരിക്കും. ഇതൊരു കാർഗോ ഷിപ്പായിരുന്നു. ഇതിന് ഒരു 12 മീറ്റർ പൊക്കവും ഒരു 48 മുതൽ 50 മീറ്റർ വരെ നീളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോർമലി ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൈവിന് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബോട്ടം ടൈം, അതായത് അതിനടിയിൽ ചിലവഴിക്കാവുന്ന സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് വളരെ എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ ഷിപ്പിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനും അതിന് മറ്റുള്ള പരിശോധനകൾ നടത്താൻ കഴിയും. ഇതുവരെയുള്ള അസംഷനിൽ ഇതൊരു കാർഗോ ഷിപ്പാണ് എന്ന് മാത്രമാണ് ഇതിൻ്റെ നമ്മുടെ ഒരു അനുമാനം.